എന്റെ ദൈവമേ, ഗുഡ് മോർണിംഗ് പറഞ്ഞോണ്ട് വന്നു ഏറുമാടത്തിന്ന് ഒരാള്. ഒരു 5 മണിയായപ്പോ കേട്ടല്ലോ കിടന്ന് കാർച്ച അപ്പേന്ന് പുട്ടിന് പഴം. അതെന്തിനാ അപ്പ കാണാഞ്ഞിട്ടാണോ പേടിച്ചിട്ടാണോ? പേടിയുണ്ടായിരുന്നു. ആ പിന്നെ അവക്കായിരിക്കണം പേടി. അവക്ക് പേടി എന്താണെന്ന് അവക്കറിയത്തില്ല അല്ലേ മോനെ? പേടി എന്നാന്ന് അറിയുന്നില്ലല്ലോ. തൂക്കണ്ട, അവിടെ ഇരുന്നു. എവിടെ തൂക്കാൻ? തോഴി കള്ളി അവിടെ നിന്ന് മിണ്ടാതെ ഇറങ്ങിയൊന്നുണ്ടോ? വേണ്ട വേണ്ട, പൊടി കേട്ടോ. അതെന്നാന്നറിയ അങ്ങനെ പറയുന്നേ? ചേട്ടാ വിളിച്ചേട്ടാ, ചേട്ടാ വിളിച്ചേ തൂക്കാൻ പോവാ. എന്നെ സംഭവം എന്നാന്ന് മനസ്സിലായില്ല നിങ്ങൾക്കാർക്കും? തൂതൊക്കൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നറിയാം. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യുക. ഞാൻ തൂത്തോട്ടെ, പൊടി പറക്കുന്നു കേട്ടോ പറഞ്ഞേ. ഇല്ല, അത് പുതിയ ഒരു തരം ഇതാണല്ലോ, സുഖമാണല്ലോ അത്. അടുപ്പൽ എന്തുവാ? അതെ, കഞ്ഞി ചോറ്. എന്നാ തോളയില് ഒരു കെട്ട് വിറവെന്ന് കാണിക്കട്ടെ. ഒരു കെട്ട് വിറവ്. അയ്യോ, ഈ വെള്ളം ഇട്ടില്ല, ഇതിട്ടില്ല. ഇതാണ് ചേട്ടാ ഒരു കെട്ട് വിറവ്. ഇത് കാൽക്കെട്ട് പോലും ഇല്ലല്ലോ ചേട്ടാ. എന്നെ വിളിക്കാൻ പറയാം, ഞാൻ വരത്തില്ല. ആ എന്നാ ഉച്ചയായി, ഇടയ്ക്കൊന്നും വീഡിയോ എടുത്തില്ല, ഒരു മൂടില്ലായിരുന്നു. ഫാൻ ഭയങ്കര വെയിലാണ്. കഴിഞ്ഞ തവണ ശിവരാത്രിക്ക് ഒരു മഴയുണ്ടായിരുന്നു, ഈ പ്രാവശ്യം അതുമില്ല. സൂപ്പറായിട്ട് നിൽക്കുന്ന വെയിൽ. ഇവിടെ ഇതിട്ടുകൊണ്ടൊരു ചെറിയൊരു ചൂട് കുറവുണ്ട്, എന്നാലും വലിയ കാര്യമായിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓ ഇതെന്തോ ധാരാണി ചെയ്തോടി നീങ്ങിപ്പോയി. കരി കാണിച്ചിട്ട് മാറ്റിയത് ഒരു നോളൊക്കെ പോയി എടുത്തിട്ട്. ആ കോലിനെ ഓടുന്നേ പഴയ ബൈക്കാണ്. വാ ഇവിടെ വാ. അങ്ങനെ വെക്കല്ലേ, ആപ്പോ മിക്കവാറും ഞാൻ അതിനകത്ത് തട്ടുന്നു.
അവളുടെ കൊടുക്കടി. ആരെങ്കിലും കൊടുക്കട്ടെ, കളയാനാണോ പാല്? പഠിച്ച ആരാണ് 10ാം ക്ലാസ്? അവള് കൊറേ നേരം കുറച്ചു മുമ്പ് ഒരു സംഭവം തന്നില്ല എനിക്ക്. അപ്പത്തൊട്ട് തുടങ്ങിയതാ. വെള്ളം ഉണ്ടോ അവിടെ? തണുപ്പുണ്ടോ? പാട്ടോളാണോ? പൂജ അവനെ കുട്ടിക്കാരനിട്ടേ പോയി. സ്റ്റാൻഡ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വെച്ച് മാത്രമേ സംസാരിക്കുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ. സിംബ വാൽ കുടിക്കുകയാണ്. പട്ടിക്കുഞ്ഞിൻ്റെ പേര് സിംബ എന്നാക്കി. ആദ്യം മാർക്കൊന്ന് വിളിച്ച്, അപ്പോഴേ ചേട്ടൻ പറഞ്ഞ് പേര് നല്ലത് കണ്ടുപിടിച്ചിട്ട് വിളിച്ചാൽ മതി, ചുമ്മാ കയറി അത് വിളിക്കല്ലേ എന്ന്. നാരായണി ഇങ്ങനെ മതി, മാർക്കൊന്നിടാമെന്ന് പറഞ്ഞു. ഓ, അത് മാറ്റി സിംബ എന്നാക്കി. നോക്കട്ടെ അവിടെ ഞങ്ങൾ 10ാം ക്ലാസ്സിൽ A+ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണ് കിടക്കുന്നത്. നാളെ ഹാൾ ടിക്കറ്റ് കിട്ടും, അതിന് പോവുകയാണ്. എന്നായിരുന്നത്? ഇന്നിപ്പം വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഹാൾ ടിക്കറ്റ് കിട്ടും. ശനി ഞായർ തിങ്കളാഴ്ച എക്സാം തുടങ്ങും. അതിന് മുന്നേ ഉള്ള വെറും ഒരു റെസ്റ്റ് എടുപ്പ് മാത്രം അല്ലേ? എന്നമ്മ എന്നാ എന്നും കിടക്കുന്നല്ലേ? ഞാൻ ഓരോ കമൻസ് കാണുമ്പോഴേക്കും ശ്യാമളമ്മയെക്കുറിച്ച്, ശ്യാമളമ്മ എന്തോ ഭയങ്കരമായിട്ടും പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരിങ്ങനെ പറയുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ, നമ്മുടെ അമ്മമാരോടല്ല നമ്മളിങ്ങനെ ഓരോന്ന് പറയാവുന്നത്. എന്താ വെച്ചാൽ ഇപ്പം എന്നാ ഉണ്ടേലും, ഇപ്പം ദേഷ്യപ്പെടുന്നതാണേലും എന്തുവാണേലും നമ്മുടെ അമ്മമാരോടല്ലാതെ വേറെ ഇടമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്നതിൻ്റെ എന്താ പറയുക, കുറച്ച് ഭാഗം മാത്രമല്ലേ വീഡിയോസ്. ഇപ്പം ഇവിടെ നടക്കുന്നതിൻ്റെ എന്ത് സാധനമാണേലും കുറച്ച് കാര്യങ്ങളല്ലേ അത് വീഡിയോയ്ക്കകത്ത് കാണത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും അങ്ങനെ ആർക്കും അറിയത്തില്ലല്ലോ. പിന്നെ ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഓരോ കമൻസ് ഞാൻ കണ്ടു. എന്തുവാ, ഞാൻ അമ്മമാർക്ക് എപ്പോഴും ഇങ്ങനെ മകളുടെ, അതായത് എന്തോ ശരിക്കും എന്ത് പറയുന്നത്, വിലയില്ലെന്നോ, ഒരു ഇലയുള്ളത് കളയരുതെന്നോ, പിന്നെ എന്താ അമ്മയ്ക്ക് പോയി അച്ഛൻ്റെ അടുത്ത് പോയി നിന്നൂടെ, ഇങ്ങനെയൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മൾ എന്നതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയുന്നില്ല, അങ്ങനെ മുഖത്തടിച്ച് പറഞ്ഞാൽ അങ്ങനെ നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പറയും, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അതിപ്പോൾ നമ്മുടെ ആളും മിക്ക ആരോടും എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണേ. അത് ചിലപ്പം ബുദ്ധിമുട്ടായിട്ട് മറ്റുള്ളവർക്ക് വരുമായിരിക്കും. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയതെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയോട് പറഞ്ഞത് വേറെ കാര്യങ്ങളൊന്നുമല്ല. അമ്മ ഇപ്പം ഇവിടെ
ഇപ്പം എൻ്റെ ആങ്ങളുടെ അടുത്താണെങ്കിലും പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അമ്മയോട് അവിടെ അധികം പോകണ്ട. എന്നാന്ന് വെച്ചാൽ അത് പിന്നീട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അവിടെ കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഇപ്പം ഉണ്ടെന്നല്ല, നേരത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ അവിടെ പോകല്ലെന്ന് പറയുമ്പം ഈ അമ്മമാരുടെ മനസ്സെന്ന് പറഞ്ഞാൽ മക്കളുടെ അടുത്ത് പോകാതിരിക്കുക, അല്ലെ മക്കളെ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാലും പിന്നെയും ചെല്ലുമല്ലോ. അപ്പം അമ്മയുടെ മനസ്സെന്ന് അങ്ങനെയല്ല. അമ്മ എന്നാ വന്നാലും ഇപ്പോൾ പോകണം, അല്ല അവിടെ ചെല്ലണം, അങ്ങനെ ഒരു രീതിയിൽ അമ്മയെന്നല്ല, അമ്മമാരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, ശ്യാമളമ്മയെന്നല്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരി ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകുമായിരിക്കും. ഒരു തവണയല്ല, 1, 2, 3 തവണയൊക്കെ വന്നതുകൊണ്ടാണ് ഓരോ ഇത് ഇപ്പം ഒത്തിരിയായിട്ട് പറയുന്നില്ല, അത് പിന്നെ വേറൊരു പ്രശ്നമാവും. അതാണ് അന്ന് കുറച്ച് അമ്മയോട് അങ്ങനെ പോകണ്ടെന്ന് പറയുമ്പോൾ ആ പറയുന്ന രീതിയിൽ ഇപ്പം ഞാൻ ഭയങ്കര ഒരു ഇതായിട്ടാണെങ്കിൽ, അല്ല അമ്മയെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുകയാണെങ്കിൽ പിന്നെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പീഡനം കൂടുതലാണെങ്കിൽ വീഡിയോയ്ക്ക് അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പൊട്ടന്മാരല്ലല്ലോ. കാരണം ഞാൻ അത്ര ഒരു ക്രൂരയാണ്, അല്ലെങ്കിൽ ചേട്ടാ ഭയങ്കര ഒരു ക്രൂരനാണെങ്കിൽ നമ്മളത് വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ട് പറയില്ലല്ലോ, ഇത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഭയങ്കര ക്രൂര, അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെ ഇടുന്നു. അതായത് അത്ര സംഭവമാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണെങ്കിൽ ഇടാതിരിക്കാനുള്ള ഇത് നമുക്കുണ്ടല്ലോ. എന്നാലും അങ്ങനെ ചില കാര്യങ്ങളിൽ പോകണ്ടെന്ന് പ്രശ്നം വന്നത്, അന്ന് ചെറിയൊരു പ്രശ്നത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു, കുറച്ച് നാൾ 1-2 ആഴ്ചയ്ക്ക് മുന്നുള്ള ആണെന്ന് തോന്നുന്നു. ഞാൻ അമ്മയ്ക്ക് അവിടെ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കത്തില്ലേ, ജയ അങ്ങനെയാണ്, ജയ ഇങ്ങനെയാണ് എന്നൊക്കെ. ഞാൻ ഇങ്ങനെയാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് എനിക്ക് എൻ്റെ അമ്മയോട് എങ്ങനെ പെരുമാറണോ, എൻ്റെ അമ്മയെ എങ്ങനെ കാണണോ, എൻ്റെ അച്ഛനെ എങ്ങനെ കാണണോ എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അത് അവരോടല്ലേ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാൻ പറ്റത്തുള്ളൂ. ഇത് ചെയ്യരുത് എന്ന് പറയാൻ അധികാരത്തോടെ പറയാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ അച്ഛനോട് അമ്മയുടെ അടുത്തല്ലേ പറയാൻ പറ്റത്തുള്ളൂ, വേറെ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ എന്നായിരുന്നു, പോകല്ലെന്ന് പറഞ്ഞ കാര്യം. പക്ഷേ ജയച്ചാച്ചൻ്റെ അടുത്ത് അമ്മ പോകല്ലെന്ന് ജയച്ചാച്ചൻ്റെ അടുത്ത് പോകല്ലെന്നല്ല പറഞ്ഞത്. ഞങ്ങൾക്കൊരു ഞാൻ പോയില്ല, ഒരു മരണം ഉണ്ടായിരുന്നു അവിടെ കുമ്പനാട്. അപ്പോൾ അവിടെ അമ്മ പോയി. അമ്മ തലേദിവസം ജയച്ചാച്ചൻ്റെ അടുത്ത് പോയായിരുന്നു. അവിടെ വെച്ചാണ് അറിയുന്നത് ഇങ്ങനെ ഒരു മരണം വന്നപ്പോഴേക്കും അമ്മ ആ വഴിയാണ് അങ്ങോട്ട് പോയത്. അവിടെ പോയ അന്നേരം ഞാൻ തലേദിവസം വിളിച്ചപ്പോൾ അമ്മ പോകുന്നുണ്ടോ, ഇപ്പം എനിക്ക് എല്ലാവർക്കും പോക്ക് നടക്കുകയില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ മോനെ ഞാൻ ഇവിടെ നിന്നാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ, അമ്മയ്ക്ക് പ്രഷർ നല്ല കൂടുതലുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എനിക്ക് വയ്യെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ചോദിച്ചു, അമ്മയ്ക്ക് ഭയങ്കര ഒരു കാര്യം ചെയ്യാം, അമ്മ പോകണ്ട, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അല്ല ഒരാൾ പോകണമല്ലോ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാമെന്നാൽ ഞാൻ പോകാം. പക്ഷെ അമ്മയാണ് അവിടെ ശരിക്കും പോകേണ്ടത്. അത് അമ്മയുടെ നാത്തൂനാണ്. അന്നേരം വല്ല മോനെ ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അമ്മയ്ക്ക് ചേച്ചനോട് ചോദിച്ചപ്പോൾ ചേച്ചനും പറഞ്ഞു അവൾക്ക് തീരെ വയ്യ, അവൾക്ക് നല്ല ക്ഷീണമുണ്ട്, ഇടയ്ക്ക് തലകറക്കവും അങ്ങനെ പ്രഷറിൻ്റെ ഒക്കെ കുറേ ഇതൊക്കെ ഉണ്ട്. ഞാൻ അന്നേരം പറയുന്നുണ്ട് തന്നെ പോകുന്നു. അപ്പോൾ പറഞ്ഞില്ല, വീട്ടിൽ നിന്ന് ഞാൻ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് വേറെ നാത്തൂനും പിന്നെ എൻ്റെ ആങ്ങളും ഉണ്ടായിരുന്നു, വേറൊരു ആങ്ങളുടെ മോനും അവരൊക്കെ ഉണ്ട്, അമ്മയുടെ അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ശരി അങ്ങനെ ഇവിടുന്ന് വണ്ടിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവിടം വരെ പൊൻകുന്നം വരെ നിന്നാൽ മതി എന്ന് പറഞ്ഞു, പൈകേന്ന് പൊൻകുന്നം നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് അന്നേരം വയ്യാഴികയുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ അന്നേരം അങ്ങ് പോയിട്ട് തിരിച്ചു വന്നപ്പം ഞാൻ ഒരു തവണ വിളിച്ചു അമ്മയോട്. അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മ ഇവിടെ മരിച്ചെടുത്തുന്നില്ല, ഞാൻ ഇപ്പോൾ ചേട്ടായാണല്ലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അമ്മയാണല്ലോ എപ്പോഴും വിളിച്ച് ചോദിക്കില്ല എവിടെ എന്താ, അങ്ങനത്തെ ഒരു സ്വഭാവം പണ്ടേ എനിക്കില്ല. പിന്നെ അമ്മയ്ക്ക് വയ്യാന്നുള്ളത് ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മനെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാനങ്ങനെ വിളിച്ച് ഇതാക്കാൻ പോയില്ല, കുഴപ്പമില്ലെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ ഞാൻ വിളിച്ചു. അവർ എത്തുന്ന സമയമായപ്പോൾ വൈകുന്നേരം ഞാൻ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ ഞാൻ ഇവിടെ അവർ നേരെങ്കിൽ പോകുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങി കാഞ്ഞിരപ്പള്ളിയിൽ. അവിടെ ഞാൻ എന്നാ പറ്റുന്നുള്ളപ്പോൾ ഞാൻ പ്രഷറിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് ഗുളിക മേടിക്കണം, അപ്പോൾ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഡോക്ടറെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തീരെ വയ്യേന്ന് ചോദിച്ചു, വരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഞാനിങ്ങനെ പോരുമെന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് തന്നെ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രഷർ അമ്മയ്ക്ക് തല കറക്കമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെച്ചിട്ടാണ് പിറ്റേ ദിവസം അച്ഛൻ്റെ അടുത്ത് പിറ്റേ ദിവസം ഉടനെ തന്നെ അച്ഛൻ്റെ അടുത്ത് പിന്നെയും പോയി. പിന്നെ പോകുന്ന വന്നപ്പോഴേക്കുമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് എപ്പോഴാണ് ഞാൻ
ആ അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിനെയും കൊണ്ടൊക്കെ പോയായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പോയി. പിന്നെയും വന്നിട്ട് ഇവിടെ അല്ലെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പിന്നെയും അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ അമ്മ നേരെ ഇങ്ങനെ പോകുന്നത് പിന്നെ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു അതിനാണ് അന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയത്. വീഡിയോക്കകത്തുണ്ട്, അത് ഞാൻ തന്നെയാണ് അതിൻ്റെ വീഡിയോ എടുത്തത്. അതിനകത്ത് പറഞ്ഞായിരുന്നു ഞാൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് അടുത്ത് അടങ്ങിയിരിക്കത്തില്ലെന്ന് ചോദിച്ചതിന് കാരണം ഒന്നില് അമ്മ സാധാരണ ഇവിടെ ഒരാഴ്ച ഇവിടെ നിൽക്കും. അതായത് അച്ഛന് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നൈറ്റ് ആണെങ്കിൽ കാരണം അവിടെ തന്നെ കിടക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ ഇങ്ങ് വരും. അപ്പം അല്ല ഡേ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അമ്മ അവിടെ പോയിരിക്കുന്നത്. അപ്പോഴേക്കും ഞാൻ അങ്ങനെ വന്നു അങ്ങനെയായിരുന്നു. പക്ഷേ അച്ഛന് വയ്യാത്തത് കൊണ്ട് ഇച്ചിരി വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈയിടെയായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ കൂടുതൽ പോകുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഒന്നില്ല അമ്മ ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ അമ്മ അവിടെ നിൽക്കും എന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായം കൂടെ നോക്കണം. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ വയ്യാഴിക ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ തലകറക്കം എവിടെയൊക്കെ ഇവിടെ നിന്ന് പോയി ഇവിടെ തലകറക്കോ തലകറങ്ങി വീണ് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ലല്ലോ. അങ്ങനെ പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അന്ന് ഞാൻ പറഞ്ഞു അമ്മ ഒരു കഴിഞ്ഞപ്പോൾ എന്തിനാ പെട്ടെന്ന് പോകുന്നേ, അച്ഛൻ 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരും, അപ്പോൾ പിന്നെ അമ്മ എന്തിനാ ഇപ്പോൾ പോകുന്നേ. അത്രയും പറഞ്ഞ് അതിന് പുറകെ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഇതിനകത്ത് കാണിക്കുന്നു പറയുന്നൊന്നുമില്ലല്ലോ. അതിന് പറയുന്നത് ജയ അമ്മയെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, അവർക്ക് ഒരിടത്ത് നിൽക്കാതെ സ്വാതന്ത്ര്യമില്ല, അവർക്ക് എവിടെയെങ്കിലും പോകാനുള്ള ഇത് വേണ്ടേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞെന്നുള്ളത് ഊഹിക്കാമല്ലോ. അമ്മ എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങി നിൽക്കുക എന്നുള്ള ഇതിലാണ്. എന്ന് വെച്ചാൽ ഒന്നാമത് വയ്യാഴികളുണ്ട്, ഈ ചൂടത്ത് ഇവിടുന്ന് കഴിഞ്ഞ് ചിലപ്പോൾ 2 ബസ് കയറിയായിരിക്കും പോകുന്നത്. ഇവിടുന്ന് ഒറ്റ ബസ്സിനായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി ചെന്നിട്ട് അല്ലെങ്കിൽ പൊൻകുന്ത് ചെന്നിട്ട് പൊൻകുന്തിൽ നിന്നാണ് വൈകിക്ക് പോകുന്നത്. അല്ലെ അന്നേരം ഞാൻ പറഞ്ഞത് ഈ ചൂടെല്ലാം കൂടെ പറഞ്ഞാൽ അമ്മ എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങി നിൽക്കുക. കുറച്ച് ദിവസമാണെങ്കിൽ ഇവിടെ ഒരാഴ്ച നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ച ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഒരാഴ്ച അല്ല അച്ഛൻ്റെ അടുത്ത് തന്നെ പോയി നിൽക്കാം. വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറഞ്ഞായിരുന്നു. അച്ഛൻ്റെ അടുത്ത് തന്നെ പോയി നിൽക്കുക, അല്ല ഇങ്ങോട്ട് അത് പിന്നെ വന്നാലും മതിയല്ലോ, വയ്യാഴിക ഉണ്ടല്ലോ. അപ്പം അമ്മ പറഞ്ഞ അതിനകത്ത് കാരണം എന്താണെന്നറിയോ, അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. റോഡ് തീർന്ന അച്ഛൻ്റെ റൂം വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഭയങ്കര ചൂടാണ് അവിടെ. ഒരു റൂം മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ പറഞ്ഞു അവിടെ ഇങ്ങനെ 2 ദിവസം കൂടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ് എന്ന് പറഞ്ഞു. ഫാനിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും ഒന്നുകൂടി ക്ഷീണം കൂടുതലാന്ന് പറഞ്ഞു. അതാണ് അമ്മയും കൂടി ഇങ്ങോട്ടും വരുന്നത്, അതാണ് സത്യം, അതാണ്. അത് കഴിഞ്ഞ് അമ്മയോടത് പറഞ്ഞു അതായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോടെല്ലാം അടങ്ങിയിരിക്കും. ഈ ഓട്ടം അത് കാണുമ്പോൾ സ്നേഹമുള്ള കൊണ്ടല്ലേ പറയുന്നത്, നമ്മുടെ അമ്മയല്ലേ. ഉടനെ ഈ അമ്മേനെ എനിക്ക് കമൻസ് കാണുമ്പോഴല്ലോ എനിക്കൊന്നും ആരുടെ അതിനകത്ത് ഒരു വ്യക്തി ആരെന്ന് പറയുന്നില്ല, അതിനകത്ത് നമ്മളെ ഇങ്ങനെ ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളമ്മ എങ്ങനെ കാണിക്കുന്നു, നിങ്ങളമ്മ എങ്ങനെ കാണിക്കുന്നു, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. ഈ പറയുന്ന വ്യക്തികളൊക്കെ നമ്മളിപ്പം നമ്മുടെ അമ്മയോട് മാതാവേ നിങ്ങൾ അങ്ങനെയാണോ, പിതാവേ നിങ്ങൾ ഇങ്ങനെയാണോ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെയാണോ പറയുന്നത്. നമ്മൾ സ്നേഹം കൊണ്ട് അമ്മേ എന്നാമേ ഇടയ്ക്ക് ചിലപ്പം അറിയാതെ തമാശയ്ക്ക് തള്ളേ വിളിച്ചാൽ കളിപ്പ എന്നാലും ചുമ്മാ തള്ളേ അതൊക്കെ ഒരു ചിലപ്പോൾ ഒരു എന്നാ പറയുക ആ ഒരു ഇതും കൊണ്ട് പറയുന്നതായിരിക്കും. ഉടനെ അല്ലാണ്ട് നമ്മൾ അങ്ങനെയാണോ പറയുന്നത്, മാതാശ്രീ പിതാശ്രീ എന്ന് വിളിച്ചോണ്ടൊന്നുമില്ലോ സംസാരിക്കുന്നത്. നമ്മൾ പച്ചയ മനുഷ്യർ, നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അമ്മമാരോട് എങ്ങനെയാണ്, അതുപോലെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം എൻ്റെ സംസാരിക്കുന്ന ശൈലി ചിലപ്പോൾ ശരിയായിരിക്കും. ഞാൻ നാളെ പറഞ്ഞ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞു എൻ്റെ സംസാരിക്കുന്ന ശൈലി കണ്ടാൽ ഞാനുണ്ട് അങ്ങനെ തോന്നുമായിരിക്കാം. പക്ഷെ വീഡിയോ കാണുന്നതിന് നമ്മൾ അറിയാവുന്നവർക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ പറയുന്നതല്ലെന്ന്. അതിനു വേണ്ടി എനിക്ക് അതിനകത്തൊരു വ്യക്തി എനിക്കൊന്ന് ഇതിനു വേണ്ടി മാത്രം, അതായത് ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ നെഗറ്റീവ് പറയാറില്ല. ഈ പറയിക്കുന്ന രീതിയിൽ എന്നാ ഒരു വാക്കുണ്ടെന്ന് ചേട്ടാ പറഞ്ഞിട്ട്, അതായത് ഈ കമൻസ് ഇങ്ങനെ ചിലരെ പറ്റുമ്പോൾ നമ്മുടെ ചാനൽ ചെറിയൊരു യൂട്യൂബ് ചെറിയൊരു ചാനലാണ്. വലിയ വലിയ ചാനലുകളിലൊക്കെ ശരിയാണ് എൻ്റെ കമൻസൊക്കെ നോക്കുകയാണെങ്കിൽ ദൈവമേ അതൊന്നും വെച്ച് നമുക്കൊന്നുമില്ല, അത് വേറെ കാര്യം. എങ്കിലും എനിക്ക് എന്നെ എന്ന് വെച്ചാൽ അമ്മയോട് ഇങ്ങനെ കാണിക്കുമെന്ന് പറയുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നു വെച്ചാൽ ഇപ്പം അല്ലാതെ എൻ്റെ ഇപ്പോൾ എന്തെല്ലാം കുറ്റങ്ങളൊക്കെ പറയുന്നത് അമ്മ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അമ്മയോട് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ മറ്റുള്ളവരത് കേൾക്കുമ്പോൾ ചില ആൾക്കാരുണ്ടാവുമല്ലോ കേൾക്കണ്ടാത്തവർ, അല്ല കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമുള്ളവരല്ല, അവർക്കതൊരു ഇതാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും. എൻ്റെ ആരോട് ഈ പൈസ കൂലിക്ക് കൊടുത്തിട്ട് പറയിക്കുന്ന രീതിയാണോ ചില ഒരു വ്യക്തി അതിനകത്ത് പറയുന്നത് എപ്പോഴും. അത് വെറുതെ അങ്ങ് പറയുക, ഒരു കാര്യങ്ങളും അറിയത്തൊന്നുമില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അവർക്ക് അവിടെ പൊയ്ക്കൂടെ ഇവിടെ പൊയ്ക്കൂടെ എന്ന്.
അവിടെ പോയിക്കോളെ ഇവിടെ ഇവരെന്തറിഞ്ഞിട്ട് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേട്ട് അമ്മ തന്നെ അമ്മ തന്നെ ഇത് കണ്ടിട്ട് ചോദിക്കുക. അമ്മയ്ക്ക് തന്നെ അതിശയം. കാരണം എൻ്റെ അമ്മയല്ലേ, ഞാൻ എന്നാ പറയുന്നത്, ഞാൻ എന്താണെന്നുള്ള അമ്മയ്ക്ക് അറിയത്തില്ലേ. ഞാൻ ഭയങ്കര പീഡനമാണ്. അത് നമുക്ക് എന്താ ബുദ്ധിയില്ലേ. അങ്ങനെ എന്താ അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ അമ്മേനെ മാനസികമായിട്ട് ഒന്ന് പീഡിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് പീഡിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിപ്പോൾ ചേട്ടായാണല്ലോ, ഇപ്പം ശ്യാമളെന്ന് വിളിക്കുന്ന ബഹുമാനമെല്ലാം ചേട്ടല്ല. ഒരു എന്നാ ഇത് പറയുന്നത്, ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ തള്ള എന്നൊക്കെ വിളിക്കുന്ന ചില തള്ള എന്നാ തള്ള എന്ന് വിളിക്കുക. രണ്ട് രീതി തള്ള വിളിക്കാം. ചിലർ ഒരു കളി പോലെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ഇത് കൊണ്ട് ചുമ്മാ ആ ഒരു രീതി പറയത്തില്ലേ. അതായത് ചേട്ടനല്ല ശ്യാമളെന്ന് വിളിക്കുന്നുണ്ടല്ലോ. ശ്യാമള എന്ന് പറയാൻ അമ്മയുടെ ബഹുമാനമെല്ലാം ചേട്ടല്ല. പിന്നെ എന്താണെന്ന് ചേട്ടാ സ്വന്തം അമ്മയോട് പോലും ഞാൻ അങ്ങനെ സാധാരണ സംസാരിക്കാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അതെന്തോ ചേട്ടൻ്റെതായ പല കാര്യങ്ങളുണ്ടാവും. അപ്പം അമ്മയോട് പോലും ഞാൻ അമ്മയെന്ന് വിളിച്ച് സംസാരിക്കുന്നത് ആ അമ്മയുടെ സ്നേഹമുള്ളത് കൊണ്ട് ഈ അമ്മയുടെ സ്നേഹം ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ രീതിയിലല്ല. ചേട്ടാ അതും പറയുന്നുണ്ട്. ചേട്ടാക്കെ ഒത്തിരി സംസാരിക്കുക വെച്ചാൽ അങ്ങനെ പറയാനുള്ളൊരു ഇതുണ്ട് അവിടെ ചേട്ടായിക്ക്. ഇപ്പോൾ സാധാരണ മരുമക്കളെ പോലെ നല്ല ചേട്ടാ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് അങ്ങനല്ല. പുള്ളിക്കൊരു എന്താ പറയുക, അതായത് നമുക്കുള്ളവരോട് നമ്മൾ ചിലപ്പം അതായത് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ശാസിക്കും, തല്ലും. മറ്റുള്ള അതിൽ അടുത്ത വീട്ടിലൊരു കൊച്ചിനൊക്കെ ചിലപ്പോൾ എൻ്റെ ചെറിയ വഴക്കൊക്കെ പറയുമെങ്കിൽ തല്ലാൻ പറ്റുമോ? അല്ലെപ്പോട്ടെ ശാസിക്കാനും പറ്റുമല്ല. നമുക്ക് സ്വന്തമല്ല. എനിക്കിപ്പോൾ നാരായണയോട് ശാമ്പയോട് പറഞ്ഞാലേ അടുത്തുള്ള വീട്ടിൽ താഴത്തെ വീട്ടിലൊരു കൊച്ചിനെ എനിക്കിങ്ങനെ പറയാൻ പറ്റുമോ? നമുക്കുള്ളവരോടല്ലേ നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ പറയണം വിചാരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ആരിൽ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കമൻസ് അങ്ങനെ ഇടാനാണെങ്കിൽ ഇട്ടു. അവർക്ക് സന്തോഷമാണെങ്കിൽ, അതായത് നമ്മളിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന സന്തോഷമാണെങ്കിൽ അവർ സന്തോഷിച്ചോട്ടെ. അവരുടെ സന്തോഷം നമ്മൾ കളയുന്നില്ല. പിന്നെ ഇതിനെ കൂലിക്ക് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കൂലി കിട്ടിയിട്ട് ആർക്കെങ്കിലും വേണ്ടിയോ നിങ്ങൾ കമൻസ് ഇടുന്നതാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ, അങ്ങനെ അതാണ് നിങ്ങളുടെ സന്തോഷമെങ്കിൽ ആ സന്തോഷം ഞാൻ കളയുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇനിയും പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല. പിന്നെ അല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരാണെങ്കിലും പെട്ടെന്ന് നോക്കിയാൽ എന്തായിരിക്കും ഇങ്ങനെ അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മൾ തന്നെ അച്ഛനോട് എങ്ങനെ വേണം, അമ്മയോട് എങ്ങനെ വേണം പെരുമാറേണ്ടത് എന്നൊക്കെ. പിന്നെ സഹോദരനോടെന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് സഹോദരന്മാർ അവർക്കൊരു ലൈഫായി ഒരു കുടുംബമായി പോയി കഴിഞ്ഞാൽ, നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാനും അണ്ണനും കൂടെയൊക്കെ അണ്ണാന്ന് വിളിക്കുന്നത്, പ്രവീൺ എന്നാ പേര്, അണ്ണാന്ന് വിളിക്കുന്നത്. പ്രവീണിനും ഞാനൊക്കെ വഴി കൊണ്ടാക്കും. അത് തല്ലിപിടിക്ക് കൊണ്ടാക്കുമല്ലോ. അത് പക്ഷെ അവർക്കൊരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊരു പരിധി അങ്ങനെ ആരും അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമുക്ക് എന്തും പറയാൻ പറ്റും നമ്മുടെ അച്ഛനമ്മമാർക്കാണ്. അവർക്ക് വേറെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് നമ്മളാണല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അതിപ്പം കാക്കന്മാരാണെങ്കിലും അതെ, ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ, കാക്കമ്മയോട് ചിലപ്പം മരുന്ന് കഴിക്കുന്ന കാര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യമാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും ഗുളിക കഴിക്കുകയും പരിപാടി ചിലപ്പം ആ ഒരു പ്രശ്നമായിരിക്കില്ല. അമ്മ തന്നെ പറയും എനിക്ക് ഇന്ന പ്രശ്നമാണ്, ഇന്ന ഗുളിക വേണം. ചിലപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ തന്നെ പറയും ഇതിൻ്റെ ആവശ്യമില്ല, ഇതൊന്നും കഴിക്കരുത്, കാരണം അമ്മയ്ക്ക് എല്ലാ ഗുളികയൊന്നും കഴിക്കാൻ പാടില്ല. അതുപോലെ ഇപ്പം ചൊറിച്ചിലിനൊരു മരുന്നാന്ന് വിചാരിച്ചു, അത് ഓയിൽമെൻറ്റ് മേടിച്ചു കൊടുക്കും. അമ്മയ്ക്ക് തലയുടെ വേദന എടുത്ത് അമ്മ അതെടുത്ത് തല ഇവിടെ തേക്കും. അപ്പോൾ വഴക്ക് പറയും. അതെന്തുകൊണ്ടാണ് പറയുന്നത്? ആ ഒരു കാര്യം പറയുന്നത്. അപ്പം ഇപ്പോൾ അതാ ഇപ്പോൾ വീഡിയോക്കകത്ത് ഇടുന്നത് കേൾക്കും, അയ്യോ അമ്മയോട് എന്താ ഈ പറയുന്നത്, ഇങ്ങനെയാണോ പറയുന്നത്? അത് പറയുന്നത് വേറൊന്നുമില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ പറയും. അമ്മേനെ ഈ കാണിക്കുന്നത് നമ്മൾ പറയുന്നതിൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വല്യമ്മയല്ലേ അല്ല എൻ്റെ അമ്മയൊക്കെയല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളാരും ദുഷ്ടന്മാരൊന്നുമല്ല കേട്ടോ. പിന്നെ അങ്ങനെ പറയുന്നത് കൊണ്ട് സന്തോഷമുണ്ടെങ്കിൽ അവരുടെ സന്തോഷം നമ്മൾ കളയുന്നൊന്നുമില്ല. സന്തോഷിച്ചോട്ടെ. നമ്മൾ കാരണം നമ്മളെ കുത്തി നോക്കുന്നവരോട് ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ സ്നേഹിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, പിന്നെ പറഞ്ഞാൽ ശരി, ഈ വീഡിയോ അങ്ങനെയുള്ള വീഡിയോസ് ഒഴിവാക്കുന്നത് നല്ലതാണ്, ശരിയാട്ടോ. ഞാൻ ചേട്ടാട് പറഞ്ഞു, ചേട്ടാ പലർക്കും പല രീതിയാണ്, എല്ലാവരും ഓരോ രീതിയിലല്ല കാണുന്നത്. ഇനിയിപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ നെഗറ്റീവായിട്ടൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദയവ് ഇത് വീഡിയോ എടുത്തേക്കെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. കാരണം നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങൾ ഒതുങ്ങണമല്ലോ. അതായത് ഈ ഒരു ഹോം സിനിമ
ഞാനത് എപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഹോം സിനിമയ്ക്കകത്ത് അവൻ പറയുന്നുണ്ട്, നമ്മുടെ എന്ത് വികാരം വെച്ചാൽ നമുക്ക് സ്നേഹം അല്ലെ നമ്മുടെ ദേഷ്യം നമ്മുടെ സങ്കടം എല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ വീടാണല്ലോ. വിളിച്ച് നിർത്തി ചിന്തം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ വീട്ടിലുള്ളവരോടുമായിരിക്കും നമ്മൾ ആ ദേഷ്യം കാണിക്കുക. വെളിയിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും കൂടെ ശരി, അത് വീട്ടിൽ അങ്ങാടി തോറ്റ അമ്മയെന്ന് പറഞ്ഞ പോലെ വീട്ടിൽ വെളിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ വീട്ടിൽ ചെന്ന് ചിലപ്പോൾ അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ നമ്മുടെ കെട്ടുവനോടോ അല്ലെങ്കിൽ കെട്ടുവനാണെങ്കിൽ കെട്ടുകളോടോ മക്കളോടെയൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ വീടാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ചേട്ടനോട് പറഞ്ഞ് വീഡിയോ എടുക്കണ്ട, ഇനി അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് അത് ഒത്തിരിയായിട്ട് പറയുന്നൊരു വ്യക്തിയുണ്ട്. അത് എനിക്ക് തോന്നുന്നുണ്ടോ പുള്ളിക്കാരിലേക്ക് എൻ്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നൊന്നും അല്ലെന്ന് തോന്നുന്നുണ്ട്. എന്തിനോ വേണ്ടി ഒരു മോന് കൂലിക്ക് എഴുതുന്ന പോലെ എനിക്കങ്ങനെ തോന്നി. നമ്മുടെയൊക്കെ ചാനൽ വന്ന് കൂലിക്കൊക്കെ എഴുതാനകത്ത് വെച്ചാൽ എന്തുവാ, നമ്മുടെ പാവം പിടിച്ചൊരു ചാനലല്ലേ, ആർക്കൊരു ശല്യമില്ലാതെ ഒരു രീതിയിൽ പോകുന്നൊരു ചാനൽ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കാണിക്കുന്നത് നമ്മളൊന്നും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമല്ലോ, ക്രിയേറ്റ് ചെയ്യുന്ന സാധനമല്ലല്ലോ ഇത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളങ്ങ് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് ചിലപ്പം മനസ്സിൽ ഇങ്ങനെ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ പറയുമ്പം വേറെ രീതിയിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നില്ല, ഇനി ഇതിനെ വെച്ചിട്ട് പറയുന്നത്. ഇനിയിപ്പം ആ പറഞ്ഞ വ്യക്തിയോട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ പറഞ്ഞ വ്യക്തിയോട് പേര് പറയാതിരിക്കാൻ നമ്മുടെ അതിലൂടെ കുറച്ച് കമൻസേ വരുന്നുള്ളൂ, കാണുമ്പോൾ അറിയാം. ആ വ്യക്തിയോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ കുത്തുന്നതിലൂടെ സന്തോഷം കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ സന്തോഷം ഞാനായിട്ട് കളയുന്നില്ല, അത്രേ ഉള്ളൂ. ഞാൻ നോക്കും എൻ്റെ മുടിയേ, അപ്പം നോക്കുമായിരുന്നു മുടി അങ്ങ് ചുരുണ്ടു. എൻ്റെ മുടി ഇത്രയും ചുരുണ്ട മുടിയല്ലേ, എൻ്റെ മുടി ഒടിഞ്ഞൊടിഞ്ഞിങ്ങനെ കിടക്കുന്ന മുടിയായിരുന്നു. പക്ഷെ കോലമുടിയല്ല, എന്നോട്ട് ചുരുണ്ട മുടിയല്ലാത്ത രീതിയിൽ ഒരു രീതിയിൽ, എന്നാലും കോലമുടിയാന്ന് തന്നെ പറയാം. ഇപ്പം മുടിയൊക്കെ മുട്ടയടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മുടി ഇത്രയും ചുരുണ്ട, അതെന്താണ് സംഭവം മനസ്സിലാവില്ല. ഞാൻ കളർ ചെയ്ത് വൃത്തികേടാക്കിയത് കണ്ടോ, അപ്പം എന്താ കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കുമായിരുന്നു മുടി ഇതേ ഭയങ്കരമായിട്ട് ചുരുണ്ട് പോകും. അപ്പോൾ അതാണ് കാര്യം. പിന്നെ പണ്ടേ എനിക്കുണ്ടല്ലോ ഈ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ, ഈ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ആയിട്ട് വരികയല്ലേ, അപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെയൊക്കെ ഇരിക്കുമല്ലോ, അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്തെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ വഴിക്ക് ഞാൻ പോകുന്ന ആളല്ല. ഈ ഫാമിലി ഫോട്ടോ ഒക്കെ ഇപ്പോൾ കല്യാണത്തിനൊക്കെ വരുമ്പം കുടുംബക്കാരൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന ആൾ. ഈ ഫോണൊക്കെ പിന്നെ കൊച്ചിലൊക്കെ ഫോണൊക്കെ വന്നൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സെൽഫി പ്രാന്തായി. അതായത് എന്താ പറയുക, ഈ സെൽഫി പ്രാന്ത് വന്നത് ഈ എന്താ പറയുക, ഈ എന്നാ പറയുന്നത്, ഫിൽറ്റർ ഇട്ടൊക്കെ ആകുമ്പോഴേക്കാണ് എനിക്ക് സെൽഫി ഭ്രാന്ത് വന്നത്. എന്ന് വെച്ചാൽ ഫിൽറ്റർ ഇട്ട് നമ്മളെ കാണിക്കുമല്ലോ. അപ്പം ചേട്ടാ പറയുന്നറിയോ, നിന്നെ കാണാൻ കൊള്ളത്തില്ലെന്നുള്ള നിൻ്റെ മനസ്സിൻ്റെ ഇതാണ്, നിന്നെ കാണാൻ കൊള്ളത്തില്ല എന്ന്. ചേട്ടാ അങ്ങനെ പറഞ്ഞതല്ല, നിന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് നിനക്കൊരു തോന്നലുണ്ട്, അതുകൊണ്ടാണ് നീ വീഡിയോയ്ക്ക് ഒക്കെ വരാത്തതെന്ന് പറയുമായിരുന്നു നേരത്തെയൊക്കെ. എൻ്റെ കല്യാണത്തിൻ്റെ ആ വീഡിയോയ്ക്കകത്ത് കാണാം സത്യം പറയണത്തിനകത്തും ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോഴായിരുന്നു എനിക്ക് നല്ലതായിട്ടൊക്കെ ഇങ്ങനെ ചിരിച്ചും ഒക്കെ ഇരിക്കും. പല്ല് കാണിക്കത്തില്ല, അതുകൊണ്ട് പല്ല് കാണിച്ചാൽ കൊള്ളത്തില്ലെന്നൊരിതുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ല, എന്നെ കാണത്തില്ല, കാണാൻ കൊള്ളും. ഞാൻ ഭയങ്കര സുന്ദരിയാണല്ലോ എൻ്റെ വിചാരം, ഞാൻ ഭയങ്കര സുന്ദരിയാണല്ലോ. എനിക്ക് കാണുന്നവരുടെ കണ്ണിലാണോ എന്ന് എനിക്കത്തില്ല, പക്ഷെ ഞാൻ ഭയങ്കര സുന്ദരിയാണെന്ന് ഞാൻ പറയുന്നത്. പിന്നെ അതുകൊണ്ട് എന്നാ പറയാൻ പറ്റേ, അപ്പം ഈ വീഡിയോ അതായത് ചാനൽ തുടങ്ങാനൊക്കെ ചേട്ടാ എപ്പോഴും പറഞ്ഞു, നീ നിനക്ക് ചാനലുണ്ടല്ലോ, തുടങ്ങാൻ എനിക്കുണ്ട്, അത് നീ കൊണ്ടുപോകാത്ത എന്നാന്നല്ല, നീ എന്ത് എടുക്കാത്ത എന്നൊക്കെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണേ. ഈ ഇതൊക്കെയാണ് നേരത്തെ തന്നെ വീഡിയോ ഒക്കെ വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു മടിയൊക്കെ. ഇവനെ സെൽഫി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ വേറെ ആരും കാണുന്നില്ല, നമ്മുടെ സെൽഫി നമ്മൾ തന്നെ കാണുള്ളൂ. പിന്നെ നല്ലതാണെങ്കിൽ എടുത്ത് സ്റ്റാറ്റസ് ഇടും, അതേ ഉള്ളൂ, അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പാമ്പിടിച്ച ഞാൻ ഒരു വീഡിയോ പോലും എടുക്കാനായിട്ട് ഭയങ്കര മടിയുള്ള ഞാൻ, എൻ്റെ അമ്മ എന്നെ പീഡിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞാൽ മോശം കേട്ടോ. ഇത്രയും പാവം ഒരു സ്ത്രീയെ മോശം പറഞ്ഞ ആ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കരുത്. ഒരുപാട് പേര് പറഞ്ഞു, എന്നാലും
ഇങ്ങനെ നമ്മളെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നോട്ടമിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആരാണോ നമുക്കറിയത്തില്ല. അത് ആ ഒറിജിനൽ പേരുള്ള ആ പേര് തന്നെയാണോ ആക്കുന്നത് നമുക്കും അറിയത്തില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടുന്ന് എൻ്റെ അമ്മ പോലും അറിഞ്ഞില്ല കേട്ടോ എനിക്ക് അമ്മയുടെ ഇത്ര കലിപ്പുണ്ടെന്ന്. വീഡിയോ കാണുമ്പോഴമ്മ അറിയുന്നത് എനിക്ക് അമ്മയുടെ ഇത്ര കലിപ്പുണ്ട്. അമ്മ ചോദിക്കുന്നത് അമ്മ പോലും അറിയുന്നില്ല, അതാ രസം. ജയച്ചാച്ചന് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. ജയച്ചാച്ചന് അറിയുന്നില്ലല്ലോ, പാവം. പിന്നെ വേറെ പോകാൻ സ്ഥലമില്ല. അമ്മയ്ക്ക് അമ്മയുടെ മോൻ്റെ അടുത്തും പോയി നിൽക്കാം. അവർക്ക് സ്വന്തം അവർക്ക് വേറെ വീടുണ്ട്. പിന്നെ പൊക്കളമില്ല, അങ്ങനെ ഇല്ലാഴിയൊന്നുമില്ല. അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കാം. അച്ഛനെല്ലാം പറഞ്ഞ് ഇനി അവിടെ വാടക വീട് വേണോ, ഇനി അവിടെ നിൽക്കണോ, പിള്ളേരെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ അച്ഛൻ പറയുന്നത്. കാരണം വരവ് ഒക്കെ വെച്ചിട്ട് ആ ഒരു വാടക വീട് എടുക്കാമെന്ന് പറഞ്ഞു. അതിനൊക്കെ തയ്യാറാണ്. അല്ലാതെ എൻ്റെ അമ്മയ്ക്ക് ഒരു സ്ഥലവും പോകാനൊക്കെ ഇല്ലാഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് ബുദ്ധിമുട്ട് നിൽക്കുന്നൊന്നുമല്ല. പിന്നെ അമ്മയ്ക്ക് പിള്ളേർ ശാംഭവിയോട് എന്ന് വെച്ചാൽ ശാംഭവിയെ പണ്ടുതൊട്ടേ അവളേക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അമ്മ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ അടുത്ത്, അതായത് നേരത്തെ ഉണ്ടായിരുന്നല്ലേ, ഇടയ്ക്ക് വരും പോവുകയൊക്കെ ചെയ്യുന്നല്ലേ. പക്ഷെ പ്രഗ്നൻ്റ് ആയപ്പോൾ ചെറിയ ഇതൊക്കെ വന്നപ്പോൾ തൊട്ട് എന്നാ അമ്മേൻ്റെ കൂടെ ഉണ്ട്. ഡോക്ടർ അന്നേരം പറഞ്ഞ ചെറിയ പ്രശ്നമുണ്ട്, നോക്കണം, അമ്മയാണോ അമ്മയുമാണോ എന്ന് വെച്ചാൽ അമ്മ പറഞ്ഞ അമ്മയാണ്, എന്നാൽ അവളെ നോക്കണം, റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം തൊട്ട് എൻ്റെ അമ്മ ഉണ്ടല്ലോ ഇത്രയും 10 വർഷമായിട്ട് സത്യം പറഞ്ഞാൽ ശാംഭവി അങ്ങനെ പിരിഞ്ഞാൽ നിൽക്കത്തില്ല. ചിറ്റലിലൊക്കെ ആയിരുന്നപ്പോൾ കുറച്ച് നാൾ നിന്നിട്ട് അമ്മ അന്നേരം വിളിക്കും, കുറച്ച് ദിവസം നിൽക്കും, അന്നേരം വിളിക്കും, കൊച്ചിനെ കൊണ്ടുവരാൻ പറയും. അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് കാക്കമ്മയും കൊണ്ട് വരുവാ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല കൊച്ചു അവിടെ ആയിരുന്നു, നെറ്റിയിലായിരുന്നു ഫുൾ ടൈം. അതമ്മയ്ക്ക് അവളെ പിരിഞ്ഞ് നിൽക്കത്തില്ല. അതല്ല മറ്റുള്ള ഇപ്പം മോൻ്റെ കൊച്ചിനോട് പിള്ളേരോട് ഇഷ്ടമില്ല എന്നിട്ടോ അങ്ങനെ ഇതൊന്നൊന്നുമല്ല. ഇവൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കൂടുതൽ ഇവളോടൊരു ഇത് കാണിക്കുന്നത്. 2 ദിവസം കണ്ടില്ല ഇവളാളിനെ ചോദിക്കും, പക്ഷെ അവളെന്ന് എന്തെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അമ്മ അതുകൊണ്ടാണ് കൂടുതലും അച്ഛൻ്റെ അടുത്ത് അത്രയും നാൾ നിൽക്കാതെ. അതുകൊണ്ട് പിന്നെ അവിടെ ഭയങ്കര ഇപ്പം ചൂടൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ്, അത്രയും ദിവസമൊക്കെ നിൽക്കാനും പാടാ വരും. അപ്പോൾ അമ്മ ഇങ്ങോട്ട് പോരുന്നേ. അല്ലാതെ നമുക്ക് ഈ ഒരിടത്തും പോകാൻ പറ്റത്തില്ലാണ്ട് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കുത്തുവാക്കുകളും ഒക്കെ സഹിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളൊന്നുമല്ല അമ്മ. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മ ഇവിടെ നിൽക്കുമോ, അമ്മ വരുമോ? അമ്മയ്ക്ക് അണ്ണൻ്റെ അടുത്ത് പോകാം, അമ്മ അച്ഛൻ്റെ അടുത്ത് പോകാം. പിന്നെ വയനാട്ടിലാണെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടിരിക്കുക. അമ്മയെന്ന് വെച്ചാൽ അമ്മ ഭയങ്കര ഇതാണ്, കാര്യമാണ്. അവനാണല്ലോ അമ്മ അപ്പച്ചി ഇവിടെ വന്ന് നിൽക്കുക, അപ്പച്ചി ഇവിടെ നിൽക്കുന്നപ്പോൾ അവർ പറയുന്നുണ്ട്. അമ്മയുടെ അനിയത്തിയുണ്ട്, അമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡ് മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. പിള്ളേരൊക്കെ ഒരാളെ കെട്ടിച്ചുവിട്ട് ഒരാളെ ജോലി സ്ഥലത്താണ്, ജോലി അവിടെയാണ്. അപ്പം അവിടെ വന്ന് നിൽക്കുക, അവിടെ നിൽക്കാൻ എല്ലാവരും വിളിക്കുന്നുണ്ട്. അമ്മയ്ക്കെന്നാൽ പിന്നെ അവിടെയൊക്കെ പോയി നിൽക്കാം. പക്ഷെ അമ്മ ഈ ശാമ്പു എടുത്ത് ഇങ്ങോട്ട് കൂടി വരും. അവളോട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുമോ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെ ചലിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ആർക്കേലും കാണേണ്ടവർ കാണുമായിരിക്കുമല്ലോ, അവർ കാണട്ടെ. ഇപ്പോഴാണ് തന്നെ ഒരു ഇലയുള്ളത് കളയരുത്. അമ്മയായാലും കുറേ നാൾ ഒരു വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് മടുക്കും. അത് പല വിധത്തിൽ അവരിൽ നിന്നും പുറത്ത് വരുന്നതാണ് ഈ കോലാഹലങ്ങളെന്ന്. അമ്മയ്ക്ക് മടുത്ത് ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വയ്യ. അവർ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് പോയിട്ട് ബെസ്റ്റ്. കഴിഞ്ഞ കമൻറ്റ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു, അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുക കുറച്ച് നാൾ, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് വെച്ച് കേട്ടെ, ഇവിടെ നിൽക്കാനാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞാൽ ആ വഴക്കുണ്ടാക്കിയത്. നിങ്ങൾ പഴയതുപോലെ വലിഞ്ഞു കയറി അങ്ങോട്ട് പോകാതിരുന്നാൽ മതിയെന്ന്. എങ്ങോട്ട്? ഇതേണ്ട നമ്മളാണ് നല്ല അടുത്തറിയാവുന്നവർ പറയുന്ന രീതിയാണല്ലോ. നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന്. ഞങ്ങൾ എവിടെ പോകുന്നു? നേരത്തെ പോയിരുന്നു. എവിടെയാണ്? ചിറ്റടിയിൽ. ഞാനത് അവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വഴക്ക്. പിള്ളേരുടെ അടുത്ത് പോയി നീ ഇങ്ങോട്ട് വരാതെ ഞാൻ ഇങ്ങോട്ട് പോരുമായിരുന്നു. വലിഞ്ഞു കയറി അങ്ങോട്ട് പോകാതിരുന്നാൽ മതിയെന്ന്. ഇത് കൊള്ളാം. അത് എവിടെ വലിഞ്ഞു കയറി പോകുന്ന കാര്യമാണ് ദേശം. പണ്ടത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഇതേതാണ്ട് അറിയാവുന്നവരുടെ ഞാൻ പൂരി ആളാണ്. ഒരു വരുമാനവും ഇല്ലാതെ മക്കളുടെ വീട്ടിൽ പോയി നിൽക്കുന്ന, ഒരു വരുമാനവും ഇല്ലാതെയോ. അമ്മയ്ക്ക് എന്തിനാ വരുമാനം? അച്ഛനുണ്ടല്ലോ, അച്ഛനും അമ്മയെ നോക്കുന്നില്ലേ? അടിപൊളി. എൻ്റെ അച്ഛൻ പിന്നെ എന്തിനാണ് ജോലി ചെയ്യുന്നത്? എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ളതെല്ലാം കാര്യങ്ങളെല്ലാം അച്ഛൻ നോക്കുന്നുണ്ട്. പിന്നെ അമ്മ എന്നത്തിന് ഈ പ്രായത്തിൽ ജോലിക്ക് പോകുന്നത്? വരുമാനം ഇല്ലാത്തത് കൊണ്ട് അവിടെ നിൽക്കുന്നതെന്നോ?
എൻ്റെ പൊന്നു ദൈവമേ. അമ്മ ചിറ്റടി വീട് വീഡിയോ കാണുന്നവർക്കറിയാം. ചിറ്റടി വീട്ടിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കാക്കമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ അമ്മ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അമ്മ ആ വീഡിയോ വിട്ടത് തന്നെ, ഇങ്ങോട്ട് വന്നത് തന്നെ. വരുമാനമില്ലാത്തത് കൊണ്ട് ഇവിടെ നിൽക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ. പിന്നെ ഉണ്ടായിരുന്നു അവർക്ക് കയറി കിടക്കാൻ കിടപ്പാടം ഇല്ലാത്തത് കൊണ്ടല്ലേ. അവർക്ക് കിടപ്പാടം ഉണ്ട്. കിടപ്പാടമെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ആങ്ങളെ കിടപ്പാടം ഉണ്ടല്ലോ. അത് ഇപ്പം എന്താ അന്നൊക്കെ എന്നെ അവിടെ പോയി നിൽക്കത്തില്ലേ. നിൽക്കത്തില്ലാത്തൊരു കാര്യം വേറെയാണ്. ഇപ്പം അവരിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നാണെങ്കിൽ ഇപ്പോൾ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പം ചില കാര്യങ്ങൾ പ്രായമുള്ളവരല്ലേ, അവർക്ക് എന്നാ പറയുക, ചില അടുപ്പിച്ച് നിൽക്കുന്ന കാര്യം ഉദ്ദേശിച്ചു കേട്ടോ. അല്ലെങ്കിൽ അമ്മ പോവും. 1-2 ദിവസമൊക്കെ ആണെങ്കിൽ അമ്മ പോവും. ഞാൻ പറഞ്ഞില്ല, അവർക്ക് അമ്മമാരാണ്. അവരാരും കാണാൻ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, അവരെ കാണിക്കാതിരിക്കത്തൊന്നുമില്ല. അമ്മ പോകും. പക്ഷെ സ്ഥിരമായിട്ട് അമ്മ അങ്ങനെ നിൽക്കത്തില്ല. നിൽക്കാൻ പോകാത്തത് നമ്മുടെ കാര്യമല്ലേ, നമുക്കറിയാമല്ലോ. ചില കാര്യങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി അങ്ങനെ ഉണ്ടാവുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ സ്ഥിരമായി നിൽക്കാത്തത്. പിന്നെ എനിക്കൊരു പെൺകൊച്ച് മാത്രമേ ഉള്ളൂ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ കൊച്ചും ഇങ്ങനെ ആവുമെന്ന്. ഇവരെന്നെ നോക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഞാൻ നാരായണി വളർത്തുന്നത്. നാരായണി എന്നെ നോക്കും, അല്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. കാരണം ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ എന്നാണെന്ന് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ എന്തിനു പറയുന്നു, അവരെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓരോരുത്തർക്കും ഓരോ ജീവിതമല്ല. അവരുടെ ജീവിതം ഇപ്പോൾ നാരായണിയെ കല്യാണം കഴിച്ചു വിട്ടു, അവൾ വേറെ ജീവിതം നോക്കി പോയിട്ട് എന്നെ നോക്കിക്കോണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞാനോ ശാംഭവിയും ചേട്ടായും ഞങ്ങൾ ഇത്രയുമുണ്ട്. ഇവളല്ല നാരായണി ഞങ്ങളെ 3 പേരും നോക്കണമെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? ഇതിപ്പോൾ അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു പെൺകൊച്ചാണ്, നിങ്ങളെ നോക്കണ്ടെന്ന്. അവരെന്നെ നോക്കണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ? അത് മക്കൾ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കാമെന്ന് ആ ഒരു ഇതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. മക്കൾ നോക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുകൊണ്ടല്ലോ നമ്മൾ മക്കളെ വളർത്തുന്നത്, നോക്കണം എന്നുള്ള രീതിയിൽ. അവരവരുടെ ജീവിതം അവർ പോട്ടെ. അല്ലാണ്ട് നാരായണി എന്നെ നോക്കണമെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. കാരണം പറ്റാത്ത അവസ്ഥയായിരിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ നിൽക്കണം. അല്ലാതെ നാളെ അവരെന്നെ നോക്കണമല്ലോ എന്നോർത്തിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പം അമ്മേനോട് ഞാനിപ്പോൾ ഒന്നും പറയണ്ടെന്നാണ് പറയുന്നത്. എനിക്കിപ്പോഴും ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ചെന്നിട്ട് കുറച്ച് നേരം ഫോണിലായിരിക്കും. ഫോണാകുമ്പോൾ ഞാൻ വഴക്ക് പറയും. പിന്നെ വഴക്ക് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കടന്ന് ഒരു 10 മണിക്ക് കടന്നു കഴിഞ്ഞാലും ഒരു 11-12 മണി വരെ ആകുമ്പോൾ അമ്മ ഇങ്ങനെ ഓരോ ഷോർട്ട് ഫിലിമും ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. അമ്മ ഇങ്ങനെ ഇരുന്നായിരിക്കും. അമ്മയ്ക്ക് TV കാണുന്നില്ല താല്പര്യമില്ല. ഇപ്പം തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ TV അവിടെ വേണം, പിള്ളേർ കാണും, അമ്മ കാണത്തില്ല. അപ്പോൾ ഞാൻ വഴക്ക് പറയും. കാരണം ഇത്ര പ്രായമുണ്ട്, ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയുള്ള കാര്യമല്ല. അപ്പോൾ അത് ഞാൻ വഴക്ക് പറയും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നാളെ എന്നെ നാരായണി നോക്കണമല്ലോ, അതുകൊണ്ടോർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ തന്നെ. എന്താണ് ഇവിടെ? പിന്നെ ലൈറ്റും ഇല്ല. അലക്സ 2 വോൺ പാട്ടോ? നാരായണി പേടിക്കുന്നതെന്നു വെച്ചാൽ, അയ്യോ 10ലല്ലേ അവള് സ്റ്റീവ് ആണെന്നെല്ലാം പറയുന്നു. നീ പഠിച്ചിട്ടായിരിക്കും അറിയാമല്ലോ, പിന്നെ നീ എന്തിനാ വെപ്രാളപ്പെടുന്നേ? ഇത് കൊള്ളാം. അവള് എന്നോട് ദേഷ്യപ്പെട്ട കാര്യമില്ല, ഞാൻ കാണിക്കും. ജീവേ നീ കിടക്കുന്നുണ്ടെങ്കിൽ നേരെ കിടക്ക്. ഇവിടെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന പോലെ ഒരാൾ അറിയുന്നില്ല. ഇവിടെ കുറച്ച് മുമ്പ് ഒരു സൗണ്ട്, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടായിരുന്നു. കുറേ പൂച്ചകളുണ്ട് ഇവിടെ. കേട്ടെ എന്തോ സൗണ്ട് കേട്ടോ. അതൊന്നുമില്ലല്ലോ. നല്ല മണം വരുന്നുണ്ടല്ലോ. എന്തോ തട്ടിപ്പറിച്ചിട്ടുണ്ട് ഇവിടെ എങ്ങാണ്ട്.